മറുനാടൻ ഷാജൻ്റെയും അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെയും ഒക്കെ ഒരു ആരാധകനായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വരെ. പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഇവർ ഇത്രയൊക്കെ ഉള്ളൂ, ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന പോലെ വലിയ ആളുകളൊന്നുമല്ല ഇവർ. പത്രപ്രവർത്തനത്തിൻ്റെ മറവിൽ ഇവർ പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് എനിക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ പണമുണ്ടാക്കാനുള്ളൊരു ഉപാധിയായിട്ടല്ല എന്നെപ്പോലുള്ളവർ പിന്നെ കരുതിയിരിക്കുന്നത്. അത് ഒരു സത്യാന്വേഷണമാണ്, ജനത്തിനു വേണ്ടി ഉള്ള ഒരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ നിഷ്പക്ഷത കഴിയുന്നത്ര പാലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രംഗവുമാണ്. ഇതെല്ലാമാണ് പത്രപ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പിന്നെ നമ്മിൽ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ ഇവരൊക്കെ ചെയ്യുന്ന എന്താണ്, എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ അതിനെപ്പറ്റി ഗീർവാണ പ്രസംഗം നടത്തുക. അപ്പോൾ അതിൻ്റെ ഫലമെന്ത്, അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അന്വേഷിക്കുകയോ അത് പഠിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു ഭാഗം കിട്ടിയ ഉടനെ വലിച്ചു കാച്ചുക എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ആർക്കെങ്കിലും എതിരെ ചെളി വാരിയെറിഞ്ഞാൽ അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. പ്രത്യേകിച്ച് രാഷ്ട്രീയമാണെങ്കിൽ പറയുകയും വേണ്ട, രാഷ്ട്രീയവും മതപരവും ആണെങ്കിൽ പറയുകയും വേണ്ട. ഇപ്പം പിന്നെ മുസ്ലിം സംഘടനകൾക്കെതിരെ പറഞ്ഞാൽ ഒരു വിഭാഗം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കാണും. ഇനി ഹിന്ദു സംഘടനകൾക്കെതിരെ പറഞ്ഞാൽ മുസ്ലിങ്ങളും പിന്നെ ഒരു വിഭാഗം പിന്നെ ക്രിസ്ത്യാനികളും കാണും. ഇങ്ങനെ പിന്നെ ക്രൈസ്തവ അച്ഛന്മാർക്കും പിന്നെ കന്യാസ്ത്രീമാർക്കും എതിരെ പറഞ്ഞാൽ അതിനെ അനുകൂലിക്കുന്നവർ ധാരാളം പേര് കാണും. ഇങ്ങനെ ഓരോ ആളുകളുടെയും ചിന്താഗതിക്കനുസരിച്ചാണ് പത്രപ്രവർത്തനം പോകുന്നത് കേരളത്തിൽ, ഇവരൊക്കെ ചെയ്യുന്ന പത്രപ്രവർത്തനം. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചാനലിന് റീച്ച് കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ നേരെ മറിച്ച് പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ സമ്മേളനം നടക്കുകയുണ്ടായി. ആ ത്രിദിന സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് വളരെ മനോഹരമായിരുന്നു, വളരെ നന്നായിരുന്നു. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പാട്ടും ഡാൻസും അല്ല, കാര്യപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയുള്ള ചർച്ചകളും തീവ്രമായ ചർച്ചകളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെയാണ് ഉണ്ടായത്. അത് ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ആളുകൾക്ക് അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടി. ആളുകൾക്ക് ഈ കേരളത്തിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടി. ഈ മുതിർന്ന ഈ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ആശയങ്ങൾ തുറന്നു പറയാനുള്ള വേദി കിട്ടി. ഇങ്ങനെ പല കാര്യങ്ങൾ. അത് എല്ലായ്പ്പോഴും ഈ പ്രസ് ക്ലബിൻ്റെ സമ്മേളനങ്ങൾ ഇങ്ങനെ വിജയകരമായിട്ടാണ് പോകാറുള്ളത്. കാരണം പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു കാരണം അത് പാട്ടും ഡാൻസിനും ഒന്നുമല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ചർച്ചയ്ക്കും ഇൻ്റലക്ച്വലായിട്ടുള്ളൊരു എക്സസൈസ്. അതുകൊണ്ട് എന്ത് നേടുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, നമ്മുടെയൊക്കെ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഇതിൽ അതിഥികളായിട്ട് വരുന്നവർക്ക് ഇവിടെ നിന്നുള്ള പാർട്ടിസിപ്പൻസിനും അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്കും എല്ലാം പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന ഒരു കാര്യമാണത്. അതാണ് അതിൻ്റെ മികവ് എന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ തീവ്രമായ ചർച്ചകൾ നടന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച ഞാൻ കണ്ടത് ഈ ടി വിയുടെ ബാർക്ക് റേറ്റിങ്ങിനെ പറ്റിയാണ്. ബാർക്ക്, അതായത് ടി വിയിൽ എത്ര പേര് ആഴ്ചയിൽ ടി വി പ്രോഗ്രാം കണ്ടു എന്നുള്ളത്. അപ്പോൾ അത് കണ്ട് അതിൻ്റെ പേരിൽ ആണ് ഇപ്പം ചില സമയത്ത് 24 മുന്നിൽ വന്നു, പിന്നീട് റിപ്പോർട്ടർ ചാനൽ മുന്നിൽ വന്നു. സാധാരണ ഏഷ്യാനെറ്റാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഏഷ്യാനെറ്റിനല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ചാനലിന് മുന്നിൽ വരാനാവുമെന്ന് എന്നെപ്പോലുള്ളവർ ഒരിക്കലും കരുതിയിരുന്നില്ല. കാരണം ഇപ്പം മനോരമ ഒരു 70 വർഷമായിട്ട് മനോരമയാണ് മുന്നിൽ നിൽക്കുന്നത്. വേറൊരു പത്രത്തിനും മനോരമയെ ബീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഏഷ്യാനെറ്റും നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. പുതിയ ചാനലുകളൊക്കെ വരുമ്പോൾ, പുതിയ വഴി തെളിക്കുമ്പോൾ, അവരെ പുതിയ പാതകളിലൂടെ വരുമ്പോൾ കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ 100 ആഴ്ച ഉണ്ടെങ്കിൽ 95 ആഴ്ചയും ഏഷ്യാനെറ്റ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ഏഷ്യാനെറ്റിൽ നിന്ന് വന്ന അബ്ജോദ് വർഗീസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ബാക്കി ഇത് ഇത്ര വലിയ കാര്യമാണെന്ന് മറ്റുള്ളവർ ഇത് പറയുമ്പോഴാണ് ഇത് ഇത്ര വലിയ കാര്യമാണെന്ന് തങ്ങളും കരുതുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരെ മറിച്ച് ഈ ഓരോ വ്യാഴാഴ്ചയുമാണ് ബാർക്ക് റേറ്റിംഗ് വരുന്നത്. ആ ബാർക്ക് റേറ്റിംഗ് നോക്കിയിരിക്കുകയാണെന്ന് ഈ റിപ്പോർട്ടറിൽ നിന്ന് വന്ന സുജയ പാർവതി പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് കഠിനാധ്വാനം, അതായത് ഈ ഷിഫ്റ്റോ സമയമോ ഒന്നും നോക്കാതെ ആളുകളിരുന്ന് ജോലി ചെയ്യുക, അങ്ങനെയുള്ള ആ കഠിനാധ്വാനത്തിലൂടെയാണ് ആ റിപ്പോർട്ടർ ചാനൽ മുന്നിൽ വന്നത്. അല്ലാതെ ആക്ഷേപങ്ങളോ ഇത് ഒന്നുകൊണ്ടുമല്ല, രാഷ്ട്രീയ താല്പര്യങ്ങളോ ഒന്നുകൊണ്ടുമല്ല. അവിടുത്തെ ആളുകളുടെ ആ ഡെഡിക്കേഷൻ, അർപ്പണബോധം, അതിലൂടെയാണ് ആ ചാനൽ വളർന്നു വന്നതെന്നാണ് അവർ പറഞ്ഞത്. ആയിരിക്കാം ഒരുപക്ഷെ. അങ്ങനെ ആ അർപ്പണബോധമില്ലെങ്കിൽ ഒരു സ്ഥാപനവും വളരില്ലല്ലോ. നേരെ മറിച്ച് മനോരമയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലും അവരെല്ലാം ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി കഴിഞ്ഞു. ആ ചട്ടക്കൂട് ഭേദിച്ചു പോകാൻ പറ്റില്ല. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവർ പോകുന്നത്. അതാണ് മനോരമ പിന്നിൽ പോകാനുള്ള ഒരു കാര്യം അതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം നേരെ മറിച്ച് മനോരമയുടെ ജോണി ലൂക്കോസ് പറഞ്ഞ് അങ്ങനെ മനോരമ പിന്നിലൊന്നും പോയിട്ടില്ല. ഈ ബാർക്ക് റേറ്റിങ്ങിൽ ഒരുപക്ഷെ പിന്നിലായിരിക്കും, ഒരു സമയത്ത് മുന്നിലായിരുന്നു. പക്ഷേ മറ്റെല്ലാ രംഗത്തും
ഈ പിന്നെ ഈ പിന്നെ യൂട്യൂബിലൂടെ ആളുകൾ കാണുന്നു. അങ്ങനെ എല്ലാ രംഗത്തും മനോരമയും പിന്നെ ഏഷ്യാനെറ്റുമാണ് മുന്നിൽ നിൽക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഉള്ള ഒരു വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്നാണ് പറയുന്നത്. ഈ മാർക്ക് റേറ്റിംഗ് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല, ചില തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് മനോരമ പിന്നെ പ്രവർത്തിക്കുന്നത്. അല്ലാതെ വെറുതെ റേറ്റിംഗ് കിട്ടുക, കുറേ എന്തെങ്കിലും പിന്നെ പിന്നെ വാരി കാണിക്കുക എന്നുള്ള ആ ഒരു നിലപാടല്ല ഉള്ളതെന്ന്. അതുതന്നെയാണ് മാതൃഭൂമിയുടെ മോത്തി രാജേഷും പറഞ്ഞത്. അങ്ങനെ പിന്നെ എന്തെങ്കിലും കാണിച്ച് 100-120 വർഷമായിട്ടുള്ള പത്രമാണ്. അപ്പോൾ ആ പാരമ്പര്യം അതനുസരിച്ചുള്ള പ്രവർത്തനമേ തങ്ങൾ നടത്തത്തുള്ളൂ, അതല്ലാതെ പോകത്തില്ല, അതിനപ്പുറത്തേക്ക് പോവില്ല. അപ്പോൾ റേറ്റിംഗ് അല്ല നമ്മൾ പിന്നെ തങ്ങൾ പിന്നെ പ്രധാനമായിട്ട് കരുതുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് സത്യമായിരിക്കാം. ഒരുപക്ഷെ റേറ്റിംഗ് ഈ പറയുന്ന പ്രാധാന്യമില്ല എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. കാരണം നമ്മൾ വായിക്കുന്നത് ഏതെങ്കിലും ഒരു വിവാദം കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ നമ്മളെ ക്യാച്ചി ആയിട്ടുള്ളൊരു ഹെഡിങ് കണ്ടു കഴിഞ്ഞാൽ. എന്നല്ലാതെ നമ്മൾ ആ ചാനൽ മാറ്റാനോ അല്ലെ സ്ഥിരം കാണുന്ന ചാനൽ മാറ്റാനോ അല്ലെ സ്ഥിരം വായിക്കുന്ന പത്രം മാറ്റാനോ ഒന്നും നമ്മളാരും മുതിരാറില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ലോയൽറ്റി ഉണ്ട് പത്രത്തോടും പിന്നെ ടി വിയോടുമൊക്കെ ഒരു ലോയൽറ്റി ഉണ്ട്. അതനുസരിച്ച് തന്നെയാണ് നമ്മൾ അതിൻ്റെ പ്രേക്ഷകരായി ഇരിക്കുന്നതും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ റേറ്റിംഗ് വരികയും പോവുകയും ചെയ്യും എന്നേ ഉള്ളൂ. അതിനപ്പുറത്തുള്ളൊരു പ്രാധാന്യമില്ല എന്നാണ് അവർ സമർത്ഥിച്ചത്. എന്തായാലും അതൊരു കാര്യം. അപ്പോൾ ആദ്യം പറഞ്ഞതിനെപ്പറ്റി പറയുമ്പോൾ ഈ പത്രക്കാർ ഇപ്പം ജോണി ലൂക്കോസ്, കുര്യൻ പാമ്പാടി ഇവരൊക്കെ ഇതിൽ പങ്കെടുത്തിരുന്നതാണ്. അപ്പോൾ അവരുടെ പത്രപ്രവർത്തനവും മറുനാടൻ്റെ പത്രപ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് മറുനാടനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങേരെ അതിൻ്റെ മുതലാളിയാണ്, ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ റീച്ച് വേണം, കൂടുതൽ പണം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. നേരെ മറിച്ച് ജോണി ലൂക്കോസോ അല്ലെങ്കിൽ കുര്യൻ പാമ്പാടിയോ അല്ല അതുപോലുള്ള ആളുകൾ, സുജയ പാർവതിയോ മോത്തി രാജേഷോ അബ്ജോദ് വർഗീസോ ഇവരൊന്നും നടത്തുന്ന പത്രപ്രവർത്തനം അതല്ല. അവർ ഒരു സത്യാന്വേഷണവും ഒരു പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ശബ്ദവുമായിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ അവർ വ്യക്തിപരമായിട്ട് ഓഫ് കോഴ്സ് നല്ല ശമ്പളം ഉണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത്രയേ ഉള്ളൂ. എന്നല്ലാതെ ആ ഒരു സമ്പന്നരാകാൻ വേണ്ടിയിട്ടോ ഒരു പണക്കാരാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടല്ല അവർ മാധ്യമപ്രവർത്തനത്തെ കാണുന്നത്. ഒരു മാധ്യമ മുതലാളിയാവുക എന്നുള്ളതല്ല അവരുടെയൊക്കെ ലക്ഷ്യം. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. അപ്പോൾ മറുനാടനോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജയശങ്കറോ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ 4 കാശുണ്ടാക്കാനുള്ള ലക്ഷ്യം വെക്കുന്നു. മറ്റു പത്രക്കാർ അങ്ങനെയല്ല, അവർ ആ പത്രപ്രവർത്തനം ലക്ഷ്യമിടുന്നു. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വളരെ വലിയ വ്യത്യാസം. ആ താല്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. എന്തായാലും മറുനാടൻ ഇപ്പോൾ ഇത് ഞാൻ മറുനാടനെ പറ്റി പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സാജി ഗ്രൂപ്പിൻ്റെ സാജൻ വർഗീസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് പ്രസ് ക്ലബ്ബ് സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ സാജി ഗ്രൂപ്പ് പണ്ട് കാലത്ത് എന്തോ ഓറിയൻ്റൽ ഫൈനാൻസ് നടത്തിയിരുന്ന കാലത്ത് ഒരുപാട് പേർക്ക് പണം കൊടുക്കാനുണ്ടായിരുന്ന അവിടെ തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഈ സാജൻ വർഗീസിൻ്റെ ഈ വിവാദം വന്നതിന് ശേഷം സാജൻ വർഗീസിൻ്റെ ഒരു വീഡിയോ വരികയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവർക്കും പൈസ കൊടുത്തു തീർത്ത് ആർക്കും പൈസ കൊടുക്കാനില്ല, ഇപ്പോഴും ഒരുവിധ ബാധ്യതയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കേസും തനിക്കെതിരെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം എല്ലാവർക്കും പൈസ കൊടുത്ത് തീർത്തിട്ടുണ്ടെങ്കിൽ, അതെനിക്ക് ഉറപ്പില്ല, പക്ഷേ തീർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ നമ്മുടെ ഒരു ഭാഗത്ത് ഈ കച്ചവടമൊക്കെ നടത്തുമ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ വിജയിക്കും, ചിലപ്പം പരാജയപ്പെടും. അപ്പോൾ പരാജയപ്പെട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും നഷ്ടം വന്നവർക്ക് നഷ്ടം കൊടുക്കാനും കഴിഞ്ഞുവെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണേണ്ട ഒരു കാര്യവുമില്ല എന്ന് തോന്നുന്നു.